ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർ, വിശേഷാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ മോനായി കെ വർഗീസ്, മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുവാൻ കാരണം എന്നെ ക്ഷണിച്ചതെൻ്റെ സഹോദരൻ, കൂട്ടുപ്രവർത്തകൻ, പ്രിയ ബേബിച്ചൻ ബ്രദറാണ്. അദ്ദേഹത്തെ, കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിലൂടെയാണ് ആദ്യമായിട്ട് ഹോപ്പ് ഗിവേഴ്സ് മിഷൻ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സംഘത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇവിടെ ഞാൻ വരികയും അല്പസമയം മുമ്പ് ബഹുമാന്യ ദൈവദാസൻ വളരെ ചുരുക്കത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ഏറ്റവും ശ്രദ്ധയോടെ തന്നെ അത് കേട്ടു. മാത്രമല്ല, കരുവാളൂരിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവമൊക്കെ വിവരിക്കുന്നത് ഞാൻ ഏറ്റവും ശ്രദ്ധയോടെ അത് ഞാൻ കേട്ടു. ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ ഞാൻ കർത്തൃനാമത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മനസ്സിനെ വേദനിപ്പിക്കുന്ന, നമ്മളെ പതറിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ വന്നു എന്ന് വരാം. ഐക്യതയിലും ദൈവസ്നേഹത്തിലും നിന്ന് മുന്നോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ ഏവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ വേലയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ അനേക ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം അല്ല ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇതുമായിട്ട് ബന്ധം ഉണ്ട്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയെപ്പറ്റിയാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ഏറെക്കുറെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ബോധ്യമായിട്ടുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് സ്വർഗത്തിൽ കുറച്ചുപേരെ പോകത്തുള്ളെന്നാണ്. അതാണ് എന്നെ വളരെ ചിന്തിപ്പിക്കുന്നത്. എൻ്റെ ഹൃദയത്തോട് വളരെ ശക്തമായി ഇടപെട്ട വാക്യവും ഞാൻ ചില ഇടങ്ങളിൽ കർത്താവ് തരുന്ന നിയോഗമനുസരിച്ച് ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ ഇതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയോടെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. കർത്താവ് നുണ പറയത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. വായിച്ച അവസാനം അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഞാനിതാദ്യം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും എന്നെ പിടിച്ചു കുലുക്കിയ വാക്യമാണ്.
അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഏറ്റവും ശാന്തമായ നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഇത് ധൃതിയിൽ പ്രസംഗിക്കാൻ എനിക്കറിയാം, ഒരോളം ഉണ്ടാക്കാനൊക്കെ ഉള്ളത് എനിക്കറിയാം. അതല്ല നമുക്ക് ആവശ്യം. സത്യം മനസ്സിലാക്കണം. സ്വർഗത്തിൽ പോകുന്നവർ ചുരുക്കമാണെന്നൊക്കെ പറഞ്ഞാൽ പോപ്പുലറായുള്ള അണ്ടർസ്റ്റാൻഡിങ് അതല്ല. പൊതുവിൽ നാം എല്ലാം ധരിച്ചു വച്ചിരിക്കുന്നതും പലപ്പോഴും പറയാറും പ്രസംഗിക്കാറുള്ളതിനെക്കാട്ടിലൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഇത് ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ഉപസംഹാരമാണ് ഇവിടെ തുടങ്ങുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിൽ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ തുടങ്ങുന്നത് മത്തായി 7:13 മുതൽ ഉള്ള വാക്യങ്ങളിലാണ്. 27 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ കൺക്ലൂഷനാണ്. അതിൻ്റെ 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഈ 2 വാക്യങ്ങളിൽ നിന്ന് നോക്കിയ ഒന്നൂടെ, ഇടുക്കുവാതിൽ, വീതിയുള്ള വാതിൽ, 2 വാതിലുകളെ കുറിച്ച് കർത്താവ് പറയുന്നു. രണ്ടാമത്, ഞെരുക്കമുള്ള വഴി, വീതിയുള്ള വഴി, 2 വഴികളെക്കുറിച്ച് പറയുന്നു. 3, ഈ 2 വഴിയെ സഞ്ചരിക്കുന്നവരെ ചുരുക്കമത്രയെന്നും അനേകരെന്നും 2 കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നു. 4, ഈ വഴികളുടെ അവസാനം ഒന്ന് ജീവങ്കലേക്ക് പോകുന്നു, മറ്റേത് നാശത്തിലേക്ക് പോകുന്നു. ഈ 2 വഴികൾ ഏതാണ്? എന്നിട്ട് കർത്താവ് ഉത്സാഹിപ്പിക്കുകയാണ്. അവിടുത്തെ ആഗ്രഹം നമ്മളെല്ലാം ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ള വഴിയെ നടക്കണമെന്നാണ്. കാരണം അതാണ് ജീവങ്കലേക്ക് പോകുന്ന വഴി. പക്ഷെ അവിടുന്ന് പറയുന്നത് ഈ നാശത്തിലേക്ക് പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അനേകർ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടിൽ നമ്മൾ ഈ പ്രസംഗത്തെ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് കർത്താവ് പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വരുന്നു. ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നൊക്കെ 2 ടെർമിനോളജികൾ കാണും. 2 ഒരു രാജ്യം തന്നെയാണ്. സമയ ചുരുക്കത്താൽ ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവത്തിൻ്റെ ഭരണം. ആ ദൈവത്തിൻ്റെ ഭരണം നടക്കുന്നത് ഇന്ന് ആത്മീകമാണ്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം രക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ഭരണം. ഭാവിയിൽ അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം ഉണ്ടാകും. പിന്നെ നിത്യമായ ദൈവത്തിൻ്റെ ഭരണം. ഇപ്പം ദൈവരാജ്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇന്ന് ദൈവരാജ്യം ആത്മിക രാജ്യമാണ്. പീലാത്തോസ് ചോദിച്ചു, അവിടുന്ന് രാജാവാണോ? യേശു പറഞ്ഞതേ, ഞാൻ രാജാവാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല, ഒരു പൊളിറ്റിക്കൽ രാജ്യമല്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ന് പറയത്തക്കവണ്ണം ലൊക്കേഷൻ മാപ്പ് ഇടാനൊന്നും ഒക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ആളുകൾ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ട്. അവരുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ ഭരണം. നാം രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ, ദൈവഭരണത്തിൽ കയറിയത് ഒരു സൽപ്രവർത്തികൾ കൊണ്ടല്ല. നിങ്ങളുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഓർഗനൈസേഷനാണ്. നിങ്ങൾ സാധുക്കളായ ആളുകളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല ആരും സ്വർഗത്തിൽ പോകുന്നത്. അയ്യോ, അങ്ങനെയാണോ? അതെ. അപ്പൊ ഇങ്ങനെ സഹായിച്ചാൽ
രക്ഷിക്കപ്പെട്ടവർക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകരുത്. സൽപ്രവർത്തികളാൽ അല്ല ആത്മരക്ഷ. ആത്മരക്ഷ വിശ്വാസത്താല. ബൈബിളിലെ വളരെ കാതലായ ഉപദേശമാണ് വിശ്വാസത്താൽ നീതീകരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലെ സാധ്യതകളെ ദൈവവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ക്രിസ്തുവിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ പിതാവാം ദൈവം നമ്മെ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുന്നു. അതാണ് ശരിക്കും ആത്മീകമായി നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ വരുന്നത്. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഫലത്താൽ വൃക്ഷത്തെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ ദൈവത്തിൻ്റെ ഭരണത്തിൽ വന്നിരിക്കുന്നവരെ കുറിച്ച് രാജ്യത്തിൻ്റെ രാജാവ് ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞു മനസ്സിലാക്കിയാണ് തണ്ടിങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ. സ്നേഹത്തോടെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ എല്ലാ സഭകളിലും ഗിരിപ്രഭാഷണം നിർബന്ധമായി പഠിപ്പിച്ചിരിക്കണം. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന കൈകൊട്ടി ഇങ്ങനെ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം സ്വർഗത്തിൽ പോകുന്ന ഇല്ല, അങ്ങനല്ല. ഒന്നാമത് പാപബോധമുണ്ടായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്ന് രാജ്യത്തിൻ്റെ നിയമമുണ്ട്. നിയമം അനുസരിക്കാൻ ആത്മശക്തിയോടെ തയ്യാറാകണം. നമ്മുടെ പിള്ളേരെ ഒക്കെ നമ്മളിത് പഠിപ്പിക്കണം കേട്ടോ. യൂത്ത് മീറ്റിങ്ങിന് ട്രോഫി കിട്ടിയാൽ സ്വർഗത്തിൽ പോവില്ല. 15-ാം വയസ്സിൽ മാനസാന്തരപ്പെടാതെയും രക്ഷിക്കപ്പെടാതെയും കൊണ്ട് ആളിനെ കൊണ്ട് മുക്കിയാൽ സ്വർഗത്തിൽ പോവില്ല. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകുമെന്ന അല്ല. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. വണ്ടി ഇപ്പൊ പാളിയാണ് പോകുന്നത്. പാളം തെറ്റിയാണിപ്പം സഭയെന്ന് പറഞ്ഞാൽ പലതും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടെന്ന പോലെ പോവുകയാണ്. വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായില്ലെങ്കിൽ പ്രിയരെ നാം അവരെ വഞ്ചിക്കുകയാണ്. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടു വന്നു. ദൈവമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആയിരിക്കണം. ഭാരതത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദഗതി വരുത്താം. നിത്യമാകുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി വരുത്താൻ ഒക്കത്തില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കാലം മാറും, കാലഘട്ടം മാറും, ഫാഷനുകൾ മാറും, ഒരുപാട് മാറ്റം വരും. പക്ഷേ ഏത് കാലത്തിലും ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളവർ ഈ നിലപാടിലാണ് നിൽക്കേണ്ടത്. ദൈവരാജ്യമാണ് കർത്താവ് എല്ലാം പ്രസംഗിച്ചത്. പിതാവ് അതിനു വേണ്ടിയാണ് കർത്താവിനെ അയച്ചതെന്നാണ് ലൂക്കോസ് 4:43 പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നതിന് പല ഉദ്ദേശങ്ങൾ ഉള്ളതിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നാടെങ്ങും നടന്ന് വിളംബരം ചെയ്യണം. ദൈവം ആളുകളെ ഭരിക്കുന്നു. ദൈവരാജ്യം, സ്വർഗരാജ്യം പ്രസംഗിക്കണം. നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് ഈ 2 വഴിയെന്താ എന്നത് മനസ്സിലാക്കാൻ ഈ 3 അധ്യായങ്ങളുടെ ഒരു താക്കോൽ വാക്യമുണ്ട്. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലായാൽ ഈ വഴി ഏതാ വാതിലേതാ ഇത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാകും. ആ വാക്യം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വചനമാണ്. ഒന്ന് നോക്കാമോ? അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ നീതി
നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ആരോടാണ് ഈ പറയുന്നത്? അത് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ യേശു അവിടുത്തെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ 12 പേരാകണമെന്ന് നിർബന്ധമില്ല. കർത്താവിനെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ട ആളുകളോടാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വാക്യം സൂക്ഷിക്കണം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് പോകാൻ ഇതൊരു താക്കോൽ വാക്യമാണ്. ഈ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ശ്രദ്ധിക്കണം. ശിഷ്യന്മാരോട് പറയാ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി. 2 തവണ നീതി എന്ന വാക്ക് ശരിക്കും 5-ന്റെ 20-ാം വാക്യത്തിന്റെ ആ കീ വേഴ്സിന്റെ കാതലായ പദപ്രയോഗം നീതി എന്ന വാക്കാണ്. അപ്പൊ 2 കൂട്ടം ആളുകൾ, യേശുവിന്റെ ശിഷ്യന്മാരുടെ നീതി, ഫരീസയരുടെയും ശാസ്ത്രിമാരുടെയും നീതി. ഇതാ ഈ 2 വഴി. ഇടുക്കുവാതിൽ, വിശാലതയുടെ വഴി. 2 നീതി. നീതി എന്ന വാക്കിന്റെ അർത്ഥം, റൈച്ചസ്നെസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ജീവിതം. ദൈവം ശരിയെന്ന് പറയുന്ന ആ ജീവിതമാണ്, റൈറ്റ് ലിവിംഗ് ആണ് റൈച്ചസ്നെസ് എന്നുദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ യേശു പറയുകയാണ് തൻ്റെ കൂടെ നടക്കുവാനായി സമർപ്പിക്കപ്പെട്ട ആളുകളോട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫരീസയരുടെയും ശാസ്ത്രിയുടെയും നീതിയെ, അപ്പൊ അവർക്ക് നീതിയുണ്ട്, പക്ഷെ നിങ്ങളുടേത് കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പോ ഇങ്ങനെയൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ യേശു ഇത് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ ഓഡിയൻസ് ഞെട്ടിപ്പോയി കാണും. എന്താണ് ഈ പറയുന്നത്? കാരണം ഇതിൻ്റെ അർത്ഥം ഫരീസയരും ശാസ്ത്രിയും സ്വർഗത്തിൽ പോകത്തില്ലെന്ന. അത് ആ കാലഘട്ടത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരു വാക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. സ്വർഗത്തിൽ ആരെങ്കിലും പോകുമെന്ന് ആ കാലഘട്ടത്തിൽ ഒരാളോട് ചോദിക്കാം, സഹോദര ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ഫരീസയൻ അങ്കിള് പോവും, ശാസ്ത്രി അങ്കിളും പോവും. നാട്ടിൽ ആളുകൾ ഏറ്റവും ബഹുമാനിക്കുന്ന, ആത്മീകരായി ബഹുമാനിക്കുന്ന 2 കൂട്ടം ആളുകളാണ് ഫരീസയരും ശാസ്ത്രിയും. യേശു പറയാം, അവരങ്ങോട്ട് സ്വർഗത്തിൽ പോകുന്നവരല്ലെന്ന്. Can you believe that? ഫരീസയനും ശാസ്ത്രിയും സ്വർഗത്തിൽ പോകത്തില്ലേ? അതെന്താണ്? ഫരീസയരെ ഒന്ന് പരിചയപ്പെടുക പ്രിയരെ. യഹൂദന്മാരുടെ ഇടയിൽ 3-4 ഗ്രൂപ്പുകൾ, സെക്റ്റുകൾ ഉണ്ട്. 1 ഫരീസയർ, 2 സദ്ദൂക്യര്, 3 എരിവുകാര്, 4 എസ്സീന്യര്. ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഫരീസയന്മാരിൽ നിന്ന് തന്നെ ഉള്ള പലരും ശാസ്ത്രിമാരായിട്ടുള്ളവരുണ്ട്. ഈ ഫരീസയന്മാരുടെ വേദശാസ്ത്രം വളരെ നല്ലതാണ്. അവർ പലതും നല്ല കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാം ഞാൻ യോജിക്കുന്നല്ല പറഞ്ഞത്, പല നല്ല കാര്യങ്ങൾ. ഉദാഹരണം, ദൈവവചനത്തിൻ്റെ ആധികാരികതയെ അവർ വിശ്വസിക്കുന്നവരാണ്. ഇൻഫാക്ട് ദൈവവചനത്തോടുള്ള തീഷ്ണതയാണ് അവർക്ക്. 2, ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യാത്തവരാണവർ. അവർ ദൂതന്മാരിൽ വിശ്വസിക്കുന്നവരാ, ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽ വിശ്വസിക്കുന്നവരാ. ഇങ്ങനെ ഒരുപാട് വേദശാസ്ത്രപരമായ കാര്യത്തിൽ അവർക്ക് നല്ല ഡോക്ട്രിൻസ് ഉള്ളതാണ് പലതും. സദൂക്യർ അങ്ങനെയല്ല.
മാത്രമല്ല, പരീശരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവരാണ്, തിങ്കളും വ്യാഴവും. അതെന്താ, ദൈവവചനത്തിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. വചനത്തിൽ ഡേ ഓഫ് അറ്റോൺമെന്റിൽ വർഷത്തിൽ ഒരിക്കൽ ഉപവസിക്കാനുള്ള കൽപ്പനയാണ്. പക്ഷെ ഇവർക്കത് പോരാ, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും. അത്ര തീക്ഷ്ണതയാണ്. ദാനധർമ്മം കൊടുക്കുന്നവരാണ്, ദശാംശം കൃത്യമായി കൊടുക്കുന്നവരാണ്, എല്ലാ ശബത്തിലും പള്ളിയിൽ മുടങ്ങാതെ പോകുന്നവരാണ്, ശരിക്കും അവരുടെ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് വിവിധ സമയമുണ്ട്, സമയത്തിൽ അവർ പ്രാർത്ഥിക്കുന്നവരാണ്. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആള് സ്വർഗത്തിൽ പോതില്ലേ? ഇല്ലെന്നാ യേശു പറയുന്നത്. അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അതാണ് നമ്മളെ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ കൊണ്ട് ഉറപ്പാണ് പോകും. പിന്നെ അവരും ഇങ്ങനെ ചിന്തിച്ചത്, അവര് ഈ ദൈവവചനം ന്യായപ്രമാണത്തിലെ 613ഓളം നിയമങ്ങൾ തങ്ങളാൽ ആവോളം അതനുസരിക്കാൻ ബന്ധപ്പെട്ടവരാണ്. നമ്മൾ ഈ പരീക്ഷ എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീരെ അങ്ങ് സഹിക്കാനൊക്കെ വയ്യാതെ വരും. അത് നമ്മൾ ആ നിലയിൽ ചിന്തിക്കുന്നുണ്ടാണ്. പക്ഷെ അവരുടെ നാട്ടിൽ പരീശനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇവരെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് കൂടി വന്ന ഒരു സംഘമാ. ചരിത്രകാരന്മാർ പറയുന്നത് എണ്ണത്തിൽ ചുരുക്കമാ, 16,000 പേരേ ഉള്ളൂ. സദൂക്യരെ പോലെ ഭയങ്കര പണക്കാരൊന്നുമല്ല, മിക്കവരും സാധാരണക്കാരാണ്. പിന്നെ ഇങ്ങനെ വചനത്തോടുള്ള തീഷ്ണതയും കൂറും നിമിത്തം പൊതുജനത്തിന്റെ ഇടയിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാ. പ്രാർത്ഥനാ സമയത്തും ഉപവാസ സമയത്തും ഒന്നും അഞ്ചാനെ കിട്ടത്തില്ല, ഭയങ്കര തീഷ്ണതയാ. അയ്യോ, അവര് സ്വർഗത്തിൽ പോത്തില്ലേ? ഇല്ലെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ നീതി ഫരീസയന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. കവിയുന്നില്ലെങ്കിൽ നോ. ഇനി ശാസ്ത്രിയാരാണ്? ഇന്നത്തെ ഭാഷ ഞാൻ പറയാം, ബൈബിൾ സ്കോളർ. അവരാണ് ഒരു ചുരുളിൽ നിന്ന് മറ്റേ ചുരുളിലേക്ക് ദൈവത്തിന്റെ വചനം തെറ്റുകൂടാതെ കോപ്പി ചെയ്ത് എഴുതുന്നത്. അങ്ങനെ കോപ്പി ചെയ്ത് എഴുതി വചനവുമായി ഭയങ്കര പരിചയമായി. നാട്ടുകാരൻ ചോദ്യവുമായിട്ട് വന്നാൽ ഇവരാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇങ്ങനെ, ഇതിന്റെ അവര് പറയുന്നതാണ് അർത്ഥം. നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷ പറയാം, ഡോക്ടർ, ഭയങ്കര പണ്ഡിതൻ. പണ്ഡിതൻ സ്വർഗത്തിൽ പോകത്തില്ലേ? യേശു പറയാ പോകുന്നില്ല. ഞെട്ടിപ്പോയി കാണും, എന്താണിത്? ഇതേത് ദൂതാണ്? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ ഫരീസയരും ശാസ്ത്രിമാരും രക്ഷയിലേക്ക് വന്ന, ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവർ ചുരുക്കമാണ്. അതൊരു ബന്ധനമാണ്. നേരിട്ട് അത്ഭുതം കാണുന്നു, നേരിട്ട് കർത്താവുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ എപ്പോഴും ഇവന്റെ അകത്ത് ഓടക്കണമെന്ന്. എന്താ ചെയ്യുന്നത്? ഇത്രയും വചനപാണ്ഡിത്യമുള്ളവര്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കാം, ബ്രദറെ, മെസ്സിയ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പട്ട് റെഫറൻസ് എല്ലാം കൂടെ പറയും. അവർക്കറിയാം മെസ്സിയ വരുമെന്നും, അവർ കാത്തിരിക്കുകയാണ്. അണ്ട് ഇതാണ് മെസ്സിയാൻ, നസറേത്തുകാരൻ. ബേൽസെബൂവിനെ കൊണ്ടാ ശുശ്രൂഷിക്കുന്നത്. ഇതെന്തുവാണിത്? ദൈവവചനം അക്കാഡമിക്കലായിട്ട് അറിയാൻ വെളിപ്പാടില്ല. യേശു വന്നപ്പോൾ കല്ലെറിയാൻ തുടങ്ങുന്നു, നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. അവർക്ക് യേശുവിന്റെ ശുശ്രൂഷ വേണ്ട. ആദ്യം മുതലേ കർത്താവ് ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ കോൺഫ്രണ്ടേഷനാണ് കാണുന്നത്. നാട്ടിലെ കൂടിയ ആത്മീകരെ കുറിച്ച് യേശു പറയുകയാണ്, നോ, ദേ ആർ നോട്ട് ഓൺ ദെയർ വേ ടു ഹെവൻ. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് കോപ്പി ചെയ്ത് നടക്കരുത് കേട്ടോ. ഈ അങ്കിളിനെ കോപ്പി ചെയ്ത് നടന്നാൽ
അബദ്ധമാണ്. കാരണം അവന്മാർ അങ്ങോട്ടല്ല പോകുന്നത്. അവർ ചിന്തിക്കുകയാണ് അവർ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ 41-ാം വാക്യം മുതൽ വായിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അവരാരാ? ദൈവത്തിൻ്റെ മക്കൾ. അയ്യോ, ദൈവമക്കൾ സ്വർഗത്തിൽ പോകുന്നില്ലേ? ഇല്ല. അതേ അധ്യായത്തിന് 44-ാം വാക്യത്തിൽ യേശു തുറന്നടിക്കുകയാണ് അവരോട്. എനിക്കറിയാം നിങ്ങളുടെ പിതാവിന്, നിങ്ങളുടെ പിതാവ് പിശാചാണ്. അയ്യോ, ഇന്ന് വല്ല ഉപദേശിമാർ വല്ലോ അത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ലെറ്റർ കിട്ടിയത് തന്നെ. അവരുടെ വലിയ പള്ളിയിൽ കയറി അവരോട് യേശു പറയാ നിങ്ങൾ പിശാചന്റെ മക്കളാണ്. അതെന്താ? കർത്താവ് തന്നെ പറഞ്ഞ നിങ്ങളുടെ കയ്യിലിരിപ്പ് കണ്ടറിയാം നിങ്ങളുടെ അപ്പനാരാന്ന്. ഇത് നമ്മൾ ചിന്തിക്കണം. എന്താ പ്രശ്നം? ഇത്രയും ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിക്കുന്നു, ഇത്രയും ക്വാളിറ്റികളുള്ള ഫരീസയനും ശാസ്ത്രിയും സ്വർഗത്തിൽ പോയി, പിന്നാര് പോം? ഇവരാണ് ഈ പെരുവഴിയെ നടക്കുകയാണ്. ഇവർ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയാണ് ഈ പോകുന്നത്. ഇവർ ആത്മീയരാണ്. അവരുടെ ദൃഷ്ടിയിലും നാട്ടുകാരുടെ ദൃഷ്ടിയിലും യേശുവിൻ്റെ കണ്ണുകളിൽ യേശു ഇവരുടെ ഉള്ളിലേക്ക് നോക്കി. പുറത്ത് കാണിക്കുന്നത് പോലല്ല അകമിരിക്കുന്നത്. ഞാനതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ നിങ്ങൾ 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ, 5-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ആ കുറിവാക്യം 21 മുതൽ 48 വരെയുള്ള വാക്യം ശിഷ്യന്റെ ആന്തരിക നീതിയും ഫരീസയന്റെ ബാഹ്യനീതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾക്കറിയത്തില്ലേ? 21 മുതലുള്ള വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ? കുല ചെയ്യരുത്. അവർ കേട്ടിട്ടുണ്ട്. 10 കൽപ്പനയിലെ 6-ാമത്തെ കൽപ്പനയാണ് കുല ചെയ്യരുത്. അപ്പൊ ഫരീസയനും ശാസ്ത്രീയങ്ങളും പറയുന്നു പ്രൈസ് ദ ലോർഡ്, ഞാൻ ആരെയും കുത്തി കൊന്നിട്ടില്ല, ചവിട്ടി കൊന്നിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ബ്രദറെ, നമ്മൾ സ്വർഗത്തിൽ തന്നെ പോവും. യേശു പറഞ്ഞു പോവില്ല. അതെന്താണ്? ഉള്ളിൽ നിനക്ക് സഹോദരനോട് കോപമുണ്ട്, വിദ്വേഷമുണ്ട്, വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്. നീ മൂഢ എന്നാണ് വിളിക്കുന്നത്. അത് അക്ഷരികമായ കൊലയ്ക്ക് തുല്യമാണ്. ആ വാക്യം വേണേ ഒന്ന് വായിച്ച് സഹായിക്കണം. 21-ാം വാക്യം മുതൽ. ഇനിയും യേശു അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുക. 6-ാമത്തെ കൽപ്പനയെ. ഞാനോ സഹോദരനോട്, ഒന്നാമത്തെ കാര്യം കോപിക്കുക. പിന്നെ മൂന്നാമത്തേത് കണ്ടോ? കോപിക്കുക, നിസാര എന്ന് പറയാ, മൂട എന്ന് പറയാ. പക്ഷെ ഞാൻ കയ്യാഞ്ഞടിച്ച് ആരാധിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ദശാംശം, ഞങ്ങളുടെ പള്ളിയിലെ മെയിൻ ദശാംശം കൊടുത്ത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാ പോകുന്നത്? പാതാളത്തിൽ പോവും. ഇതാ യേശു പറയുന്നത്. ഇതാണ് ഫരീസേന് പറ്റിയത്. അപ്പൊ അവന്റെ ആത്മീകത ബാഹ്യമാ, എക്സ്റ്റേണൽ റൈച്ചസ്നെസ്. അടുത്തായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, 7-ാമത്തെ കൽപ്പന. അപ്പൊ അവർ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഏതായാലും ഞങ്ങളാരും വ്യഭിചരിക്കാൻ പോകുന്നവരല്ല, ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിലാണ്. കർത്താവ് പറഞ്ഞു സ്ത്രീയെ മോഹത്തോടെ നോക്കിയോ, എന്നാൽ നീ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു, നരകത്തിൽ പോകും. യോ, ഇതാണ് ദൈവരാജ്യം. ദൈവത്തിന്റെ ഭരണം ഉള്ളിലാണ്. അവര് ചിന്തിച്ചത് പുറത്ത് ഓക്കെ ആണെങ്കിൽ വി ആർ ഓൺ അവർ വേ ടു ഹെവൻ. ജീസസ് കട്ട് ചെയ്ത് പറയാണ്, അവരുടെ ഉള്ളിലേക്ക് യേശു നോക്കി പറയാൻ നോ. ഇവര് വീതിയുള്ള വാതിലിലൂടെ കയറി വിശാലതയുടെ വഴിയിൽ നടക്കുക. എന്തൊരു പ്രൈസ് ദി ലോർഡ് ബ്രദർ, ഞങ്ങൾ സ്വർഗത്തിൽ പോവാ. യേശു നോ, യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ദാനധർമ്മം കൊടുക്കുന്നത്, 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച്,
16 മുതൽ 18 വരെ ഉപവാസത്തെക്കുറിച്ചാണ്. എന്ന് പറയും ഈ 3 പ്രധാനപ്പെട്ട കാര്യമായി യഹൂദന്റെ ഭക്തിയെ വെളിപ്പെടുത്തുന്ന കാര്യം. ഇതിൽ 3 കർത്താവ് പറയുന്നതെന്നറിയാമോ? കപടഭക്തിക്കാരെ പോലെ അരുതെന്ന്. അപ്പോൾ കപടഭക്തിക്കാർ പ്രാർത്ഥിക്കുമോ? പിന്നെ ദാനധർമ്മം കൊടുക്കുമോ? ഓ. ഉപവസിക്കുമോ? എടാ, കപടഭക്തിക്കാരൻ എന്തിനാ ഉപവസിക്കുന്നത്? നാട്ടുകാരൊക്കെ കാണട്ടെ, നമ്മൾ ഇച്ചിരി ഉപവസിക്കുകയൊക്കെ ചെയ്യും. എല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവർ ചെയ്തു. കർത്താവ് പറയാ, നോ മാർക്ക്. കിട്ടിപ്പോയി. ഇവിടെ എല്ലാവരും നിങ്ങളെ വാഴ്ത്തി പുകഴ്ത്തി, അങ്ങോട്ട് വരണ്ട. ഇതാണ് ദൈവരാജ്യം. സ്വതന്ത്രം. ഇനി വായിച്ചൊന്ന് സഹായിച്ചേ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം. അത്രയും കൂടെ പറയുമ്പോൾ ഈ ടീമിനെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാം. ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിൻ്റെ പ്രഭാഷണം അന്ന് ഷോക്കിംഗ് ആണ്. നമുക്കൊന്നും തോന്നാത്തത്, നമുക്ക് ഈ പരീക്ഷയെ കുറിച്ച് നമ്മളങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന മുഴുവൻ അവന്മാരൊന്നും ശരിയല്ല. പക്ഷെ അവർ ഭയങ്കരന്മാരാണ്. അന്നത്തെ കൂടി ആത്മീകരാണ്. യേശു ശിഷ്യന്മാരോട് വാൺ ചെയ്ത് പറയാണ്, നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ഓൺ യുവർ വേ ടു ഹെവൻ. ഈ വാക്യവും മോഹിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നിർത്തി ഒന്ന് വായിക്കണം. നിങ്ങൾക്ക് ഹാ കഷ്ടം. അതാണ് പ്രശ്നം. എക്സ്റ്റേണൽ റൈച്ചസ്നെസ്, കറക്റ്റ് ഡ്രസ് കോഡ് ആയിരിക്കണം. എല്ലാം എഴുതണം. ബാക്കിയെല്ലാം അങ്ങോട്ട് കയറി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഓ സ്തോത്രം, എന്തോ ഒരു പ്രത്യേക കൃപയാണ്. ഓ കണ്ടോ, എല്ലാവരും ഇംപ്രസ്ഡായി. ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? ചിന്തിക്കൂ പ്രിയരെ, ചിന്തിക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ. കിണ്ടികിണ്ണങ്ങളുടെ പുറം നിങ്ങൾ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്യം ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. പുറത്ത് വെടിപ്പ് വേണ്ട നല്ലി പറയുന്നത്. വെടിപ്പാക്കുന്നതിന് മുൻപ് അകം വെടിപ്പാക്കണം എന്ന് പറഞ്ഞാൽ അകത്തെ വെടിപ്പാണ് ഈ പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ആഭരണം ഊരി, മീശ പഠിച്ചു, വെള്ളയുടുപ്പിട്ടു, ഇതൊക്കെ നല്ലതാണോ? നല്ലതാ. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ പോകുമോ? ഇല്ല. അകം ശരിയല്ലേ, പോവില്ല. അയ്യോ അങ്ങനാന്നോ? അയ്യോ അങ്ങനാ. പൂർണ്ണമായിട്ട് വായിക്കാം. കപടഭക്തിക്കാരായ അകത്ത് കവർച്ചയും അതിക്രമവും. ദൈവാത്മാവിനാൽ നിറയേണ്ടതിന് പകരം നിറഞ്ഞിരിക്കുന്ന എന്തുവാ? ഈ ഐറ്റംസ് ഒക്കെയാ. എന്നിട്ട് കേട്ടു. കണ്ടോ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് അവർ സ്ട്രെസ് ചെയ്തത് മുഴുവൻ എക്സ്റ്റേണൽ റൈച്ചസ്നെസ്. ആളുകൾ എന്ത് പറയും ബ്രദറെ? നമ്മൾ തന്നെ ഈ പിള്ളേരോട് പറയുന്നത് എന്താ? മനുഷ്യനെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ, അതാ നമ്മുടെ വിഷയം. അവൾ എവിടെ വേണേ പോട്ടെ, മനുഷ്യനെ കൊണ്ടൊന്നും പറയിപ്പിക്കുക, സഭക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ. പുറത്തെല്ലാം ഓക്കെ ആണോ? ഓക്കെ. താഴോട്ട് വായിച്ചു. നിങ്ങൾക്ക് ഹാ കഷ്ടം. കേട്ടോ, വെള്ള തേച്ച ശവക്കല്ലറ കണ്ടാ ചാകാൻ തോന്നും, അതുപോലെ ഭംഗിയാ. അകത്തെന്താ? ചീഞ്ഞ് നാറുന്നു, സകലവിധ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. അടുത്തത് അതാണ് അവരുടെ നീതി. പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് സ്വർഗത്തിൽ പോമോ? അല്ല, ഞാൻ പെന്തിക്കോസിലാ കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാം പാസ്റ്റേഴ്സാ.
വല്യപ്പച്ചൻ സെൻട്രൽ പാസ്റ്ററാ, അതിനെന്നാ? പാസ്റ്റർ പോണേൽ അവൻ ശരിയായാലേ പോവുള്ളൂ. കണ്ടോ, അങ്ങനെയാണ് കിടപ്പ്. അല്ലാതെന്താ, നമ്മൾ പാസ്റ്ററാണ്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു, ഡിഗ്രി ഉണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളതുകൊണ്ട് സ്വർഗത്തിൽ പോകുമോ? ഇല്ല. ദൈവത്തിന്റെ ഭരണം സജീവമായി അകത്തുണ്ടോ? സ്വർഗത്തിൽ പോകുന്നത് അങ്ങനെയുള്ളവരാണ്. നിങ്ങളുടെ നീതി ഫരീസയന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം എന്ന വാക്ക് ഞാനത് വിശദീകരിക്കാം. അപ്പൊ അവരുടെ നീതി എന്താണ്? ഫരീസയന്റെയും ശാസ്ത്രിയുടെ പുറമേ ഉള്ള നീതി. ആളുകളെ കൊണ്ട് സൂപ്പർ അങ്കിളാണെന്ന് പറയിപ്പിക്കുക. സ്തോത്രം. ചിലർക്ക് വലിയൊരു ഹരമാണ്, ഞാനാ സെക്രട്ടറി കേട്ടോ, അവിടെ സ്വർഗത്തിൽ പ്രത്യേക ഒരു സീറ്റുണ്ട്, സെക്രട്ടറി ട്രഷറർ. ഇതിനകത്ത് വല്ലതും കാര്യമുണ്ടോ പ്രിയരെ? അതിനുവേണ്ടി ഏത് ടോർപ്പിഡ് വാർക്കിട്ടും വെച്ച് എന്തെല്ലാം പരിപാടിയായി കാണിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളിത് ചിന്തിക്കൂ. യേശുവിന്റെ വാക്കാണ്, സ്വർഗത്തിൽ പോകുന്നവർ ചുരുക്കമാണ്. നമ്മൾ ഓർത്തിരിക്കുന്നത് എന്താ? സ്പെഷ്യൽ ഫ്ലൈറ്റ് വരുന്ന എല്ലാവരും കൂടെ ഒറ്റയടിക്ക് പാട്ട് പാടിയവരും പ്രസംഗിച്ചവരും എല്ലാവരും അങ്ങ് പോവാണ്. നോ, അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല. രണ്ട് വാതിൽ, രണ്ട് വഴി, രണ്ടു കൂട്ടം ആളുകൾ പോകുന്ന രണ്ട് അവസാനം. നാശത്തിലേക്ക് പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം. അവര് നരകത്തിലേക്ക് പോകുകയാണെന്നും കണ്ടല്ല ഈ പോകുന്നത്. അവർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് ബാഹ്യനീതിയിൽ നിന്നു ഹാർട്ട് ചേഞ്ച് ഇല്ല. അവർ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ ബന്ധപ്പെടുന്നത് പുറത്തുനിന്നാ. വ്യഭിചരിക്കരുത്, നമ്മളാരെയും കൊല്ലരുത് ബ്രദറെ, എല്ലാം പുറത്തുനിന്നാ. അകത്തോ അതൊന്നും നിങ്ങൾ നോക്കുമൊന്നും വേണ്ട. ചിലർ പറയുന്നത് ഞാൻ ദൈവമായിട്ട് തീർത്തോളാം. ദൈവമായിട്ട് തീർത്താൽ അങ്ങോട്ട് പോകത്തില്ല. സ്തോത്രം. ഇതാണ് ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുക, എല്ലാ ചർച്ചിലും ഇത് പഠിപ്പിക്കണം. അല്ലെ ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് അമ്പേറടിക്കുമ്പോൾ നമ്മളുടെ കൂടെ കയറി തുള്ളിയ ഉടനെ അങ്ങ് പോവാന്ന. പണ്ടൊരിക്കൽ ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ ഭയങ്കര തമ്പേറടി, അയ്യോ അടിച്ചടിച്ചടിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ഒരു ചെറിയ മിടുക്കൻ അവിടെ ഇരിപ്പുണ്ട്, അവനാ ഇത് അടിക്കുന്നത്. യോഗം കഴിഞ്ഞ പയ്യനെ ഞാനിങ്ങ് വിളിച്ച, മോനെ നീങ്ങി വന്നേടാ, നീ ആന്നോടാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. സത്യം അവൻ എന്നോട് പറഞ്ഞു, ഞാൻ തന്നെയാ വാസ്തവം. കാരണം ഇത് ചൂടാക്കാൻ അവൻ അറിയാം. പിന്നെ ഇതൊന്ന് ടെമ്പോ ഒന്ന് കുറയ്ക്കുമ്പോൾ അവൻ്റെ കയ്യിൽ അവനത് കുറയ്ക്കും. ഉണ്ടോ? 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, അവൻ അറിയാമെന്ന്. എവിടാ നമ്മൾ ഈ പോകുന്നത്? എന്താണ് നമ്മുടെ പ്രതീക്ഷ? വചനത്തിലേക്ക് പെന്തിക്കോസ്തുകാർ മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് പെന്തിക്കോസ്തുകാർ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നീതി ഫരീസേന്റെയും ശാസ്ത്രീയ നീതിയെ കവിയണം. കവിയുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. സമയം പെട്ടെന്ന് നിർത്തണം. 8:30 ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഒരു 8:30യോടുകൂടിയാ തീരേണ്ടത്. പിന്നെ അവർ ഒരു 10 മിനിറ്റ് കൂടെ ചിലപ്പോൾ സഹിക്കും. പിന്നെ ചിലപ്പം എന്ത് ചെയ്യും? അതൊക്കെ പാസ്റ്റർമാരുടെ ഇടയ്ക്ക് അറിയാം, അതിൻ്റെ വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊന്നും ചെയ്യിപ്പിക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങിരിക്കാം. നിങ്ങളുടെ നീതി കവിയണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ 613 നിയമങ്ങൾ അനുസരിക്കാൻ അവർ ബന്ധപ്പെടുന്നെങ്കിൽ നമ്മളൊരു 620 അങ്ങാക്കിയാലോ? കവിയുമോ? ആ കവിയുന്ന അനുഭവമല്ല ഇവിടെ പറയുന്നത്. ബാഹ്യമായിട്ടുള്ള നീതിയാണ് അവര് ഊന്നിയതെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവരുടെ നീതി ആന്തരികമായിരിക്കണം. അവിടെ കവിയുക എന്നുള്ള പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്, കേരളക്കാർക്ക് ഇപ്പൊ അറിയാം, മഴ ശക്തമായി പെയ്ത്
നദികളിലെ വെള്ളം പൊങ്ങി പൊങ്ങി കവിയത്തില്ലേ, ഇതുപോലെ ഉള്ളിൽ മാറി ദൈവത്തിന്റെ ഭരണം സജീവമായി അകത്തുനിന്ന് ദൈവപ്രസാദമുള്ള ജീവിതം വെളിപ്പെടണം. അപ്പൊ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത ശ്രദ്ധിക്കണം. ബാഹ്യ ചികിത്സയല്ല, ആന്തരിക ഹൃദയ ശസ്ത്രക്രിയയാണ്. പുതിയൊരു ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. ആ പുതിയ ഹൃദയത്തിൽ നിന്നാണ് ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. സ്തോത്രം. മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ, സഹോദരനെ അക്ഷരാർത്ഥത്തിൽ കുത്തിക്കൊല്ലുക മാത്രമല്ല, ആ സഹോദരനോടോ സഹോദരിയോടോ എനിക്ക് പകയോ വിദ്വേഷമോ കോപമോ ഇല്ല. അകത്ത് വന്ന മാറ്റം, അതാണ് ദൈവപ്രസാദമുള്ളത്. ഇടുക്കുവാതിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയെ നടക്കുന്ന ചുരുക്കം പേരെന്ന് പറഞ്ഞാൽ ആന്തരികമായ മാറ്റമാണ്, ആന്തരിക നീതി, ദൈവത്തിന്റെ ഭരണം. മറ്റേത് കാപഠ്യമാണ്, പുറത്താത്മീകത കാണിക്കുന്നു. സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ പറയാനുള്ളത്. ഇനി നിങ്ങൾ നോക്കിക്കേ, 2 വാതിൽ, ഒന്ന് വീതിയുള്ള വാതിൽ, ഹൃദയമാറ്റമൊന്നുമില്ല. പാരമ്പര്യമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണ്. സന്തോഷം. എല്ലാം നമുക്കറിയാം. നമുക്കെല്ലാവരും 7 അടിസ്ഥാന ഉപദേശം അറിയാം ബ്രദർ എന്നൊക്കെ പറഞ്ഞാൽ വരുത്തുന്നു. അയ്യോ, 7 അടിസ്ഥാന ഉപദേശം കാണാതെ പറയുന്ന ഒത്തിരി എണ്ണം നരകത്തിലും കാണും കേട്ടോ. അതെന്താണ്? അകം മാറിയില്ല, അതുകൊണ്ടാ. അല്ലാതെ മനപ്പാടമാക്കിയത് തെറ്റാന്നല്ല പറഞ്ഞത്, ഹൃദയം മാറാത്തോണ്ട്. വീതിയുള്ള വാതിലൂടെ കയറി വിശാലതയുടെ വഴിയാ. ആ വിശാലത എന്ത് ഹാപ്പിയാണെന്നറിയാമോ? കാരണം പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുമനങ്ങളും ഇത് തന്നെ, ചാക്കോച്ചാനും ഇത് തന്നെ, മത്തായിച്ചനും ഇത് തന്നെ. ഞങ്ങൾക്ക് ഇച്ചിരി അടാപിടിയൊക്കെ ഉണ്ട്, സാരമില്ലെന്ന്. ഇന്ന് രാവിലത്തെ ആരാധന ഗംഭീരമായിരുന്നു. ഉണ്ടോ? സന്തോഷം, ഹാപ്പി. പക്ഷെ ഇതിന്റെ അവസാനം എവിടാ? ഡാമിനേഷൻ, നാശത്തിലേക്കാണ് പോകുന്നത്. വേറെ ഒരു വാതിൽ, അതിനെ വിളിക്കുക ഇടുക്ക് വാതിൽ. ഇതേത് വാതിലാണ്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-14 ഈ വാക്യങ്ങളിലൊക്കെ യേശു പറയാ, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നോക്കിയേ, 7-ാം വാക്യമാണോ 9-ാം വാക്യമാണോ? 7-ാം വാക്യം നോക്കിയേ. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. കണ്ടോ? 9-ാം വാക്യം അത്. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. വേറൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം, യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ. അപ്പം വാതിലേതാ? വഴി ഏതാ? ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്. യേശു എന്ന വാതിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യോഹന്നാൻ 3:5 ഒന്ന് വായിക്കാമോ? നിക്കോദിമോസ് എന്ന് പറയുന്ന പരീശനോട് യേശു പറഞ്ഞത്, പരീശനോട് ആദ്യം പറഞ്ഞത് 3-ാം വാക്യത്തിൽ പറയുന്നത്, നീ സ്വർഗരാജ്യം കാണത്തില്ലെന്ന. 5-ാം വാക്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും അപ്പൊ കടക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് പുതിയ ജനനത്തിന്റെ ആത്മീക അനുഭവം ഉണ്ടായെങ്കിലേ ഈ ആത്മീക രാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. യേശുക്രിസ്തുവാകുന്ന വാതിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ്, വ്യക്തിപരമായ ബന്ധത്തിലേക്ക്. അതിനാദ്യം വരേണ്ടത് പാപബോധമാണ്. ദൈവവചനം വായിക്കുമ്പോഴോ പ്രസംഗം കേൾക്കുമ്പോഴോ ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുക. പാരമ്പര്യ യഹൂദൻ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഉണ്ടായതാ. ഹൃദയത്തിൽ കുത്തുകൊണ്ടു പാപിയാണെന്നുള്ള ബോധ്യം വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? പാപബോധം വന്നാണോ ഈ പെന്തിക്കോസിൽ എല്ലാവരും വന്നത്? നമ്മൾ അനലൈസ് ചെയ്താൽ, എൻ്റെ പ്രിയരെ ഞാൻ പറയാം, നല്ല ശതമാനം ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല. ഞാനിത് ചുമ്മാ തങ്ങടിക്കുകയല്ല.
ഞാനൊരു ലോക്കൽ ഉപദേശിയാ. വ്യക്തിപരമായ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിലും നടന്ന സംഭവത്തിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം. അന്യഭാഷ പറഞ്ഞവര് കുറെ നാൾ മുമ്പ് രക്ഷിക്കപ്പെട്ടു. ഒന്നിലധികം ആളുകൾ. എങ്ങനെയുണ്ട്? നിങ്ങളോർക്കും അതെന്തുവാ? അപ്പൊ ആ പറഞ്ഞതെല്ലാം ജുമാ എന്ന അതിൻ്റെ അർത്ഥം. കുഞ്ഞോള് പറഞ്ഞു, മറിയാമ്മയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഏതാണ്ട് കിട്ടി. ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടു അമ്മാമ്മ എന്ന് പറഞ്ഞാൽ എന്തോ കാര്യങ്ങളുടെ കിടപ്പ് കണ്ടോ? ഇങ്ങനെ ശാന്തമായിട്ട് ഞായറാഴ്ച ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദേശി എഴുന്നേറ്റ് എന്താ 4 കാര്യങ്ങളൊന്ന് പഠിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മളെന്ത് പറയും? ഇന്നൊരു ഇതില്ലായിരുന്നു. ഇനെന്തോ വേണ്ടത് നിനക്ക്? ഇന്നൊരു ഇതില്ലായിരുന്നു. ഉപദേശിമാരും ഇപ്പൊ ടെൻഷനില്ല, കാരണം എങ്ങനെങ്കിലും ചാടിക്കണം. ദാവീദ് ഇന്ന് എറിയാൻ പോവുകയാണ്. ഗോലിയാത്ത് എത്ര വലിയവനാണ്, ഇന്ന് താഴെ പോവും. ഒരിക്കലും ചെറുക്കം പറഞ്ഞു ഇന്നേലും അങ്ങ് താഴെ ഇടാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന് മാറ്റം വരണ്ടേ? ദൈവദാസന്മാരെ സ്ട്രെസ്സിലാക്കുകയാണ്. കാരണം അവർക്ക് എപ്പോഴും ന്യൂസിലൻഡിലേക്കുള്ള വിസ, ഇതാ കാർമേഘ പടലങ്ങൾ മാറുന്നു, പാസ്പോർട്ട് നമ്പറുകൾ ഇതാ വെളിപ്പെട്ടു വരുന്നു. എന്തിനാ എൻ്റെ പാസ്പോർട്ട് നമ്പർ വെളിപ്പെടുത്തുന്നത്? ഈ അടുത്തിടെ വലിയ രസകരമായ ഒരു കാര്യം കേട്ടോ. ദൂതന്റെ പൂട കണ്ടെന്ന് തൂവല്. അപ്പോഴത്തേക്ക് കണ്ടയാൾ അങ്ങ് ബലപ്പെടുക, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അത് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തൊരു കഷ്ടമായത്! 7 തൂവല് കിട്ടിയെന്ന്. ദൂതന് വേറെ പണിയില്ലേ, വന്ന് ഓരോ തൂവലിട്ടേച്ച് പോവാം. ഇങ്ങനെ ഈ പരുവത്തി നമ്മളാക്കി. അത് ഉത്സാഹിപ്പിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക, അത് പറയുമ്പോഴത്തേക്ക് നൃത്തം ചെയ്യുക. അങ്ങനെ കാരണം ഓളം സ്വർഗമുണ്ട്. അങ്ങോട്ടുള്ള യാത്രയിലാണെങ്കിൽ ഇടുക്കുവാതിലൂടെ കയറണം. പാപബോധം വന്ന് ദൈവത്തിങ്കലേക്ക് തിരിയണം. അതിന് വിളിക്കുന്ന പേരാണ് മാനസാന്തരം. ദൈവത്തിങ്കലേക്ക് തിരിയുന്നു, വീണ്ടും ജനനം. ആ വാതിലൂടെ കടക്കുകയാണ്. അത് തുടക്കമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ. വാതിലൂടെ കടന്നാൽ ഞെരുക്കമുള്ള വഴി. ഈ വഴി എങ്ങനെ ഇത് ഞെരുക്കമാക്കിയത്? ഈ രാജ്യത്തിന്റെ നിയമം ഇതിനെ ഞെരുക്കമുള്ളതാക്കി. നല്ല ജീവിതം ജീവിച്ചല്ല രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവ മക്കൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് രാജ്യത്തിന്റെ രാജാവ് നിയമം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അത് മാറി ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു ലൈഫ്. അതാണ് ശരിക്കും നിത്യജീവൻ. ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ ദ സോൾ ഓഫ് മാൻ. അതാണ് ഇറ്റേണൽ ലൈഫ്. വർഷങ്ങളുടെ ദൈർഘ്യം മാത്രമല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ്. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ പകരപ്പെടുന്നു, പുതിയ സൃഷ്ടിയായി മാറുന്നു. അങ്ങനെയുള്ള ജീവിതം നേരെ വ്യത്യസ്തമാണ്. അവരുടെ മനസ്സിലെ ചിന്തകൾ, അവരുടെ മനോഭാവങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഞെരുക്കമുള്ള വഴിയെ. അതിന്റെ അവസാനമോ ലൈഫ് എന്ന് പറഞ്ഞാൽ നിത്യജീവന്റെ പൂർത്തീകരണം. അതുവഴി സഞ്ചരിക്കുന്നവർ ചുരുക്കമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ അല്ലെ 22-ാം വാക്യം വായിച്ചാലും മതിയാവും. കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ഉണ്ടോ? സ്തോത്രം. പലരും ശ്രമിക്കും. ഇനി ഈ ചുരുക്കം എത്ര എന്ന് പറയാൻ പോവാ. അയ്യോ, അതും പുള്ളിക്ക് അറിയാമോ? പറയാം. കേൾക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല സംഖ്യ. നഷ്ടപ്പെട്ടു
പോകുന്നവരോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ കുറവ്. ആ അർത്ഥത്തിലാണ് ചുരുക്കത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾ നഷ്ടപ്പെടുകയാണ്. ആത്മീകത കളിക്കുകയാണ്. ആരും പിടിക്കത്തില്ലെന്ന ചിന്തിക്കുന്നത്. പക്ഷെ ഒരു ശേഷിപ്പ് ദൈവത്തിനുണ്ട്. ഞാൻ ആ പേരവരെ വിളിക്കാം. നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ബന്ധത്തിൽ നോക്കിയാൽ ഒരു ശേഷിപ്പ്. അവർ നിത്യതയിൽ നിത്യജീവനായി അവർ കടന്നു പോകുന്നു. നിങ്ങളുടെ നീതി ഫരീസേന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ അവൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അവസാനമായിട്ട് 7-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 13-14 വാക്യം വായിച്ച് ഐ വിൽ ക്ലോസ്. നിങ്ങൾ വളരെ ക്ഷമയോടെ എന്നെ കേട്ടു. താങ്ക് യു സോ മച്ച്. പക്ഷെ ഇന്ന് രാത്രി പോകുമ്പോൾ ഞാൻ മാനസാന്തരം എനിക്കുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? റിയലി ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാണോ എൻ്റെ? അങ്ങനെ എൻ്റെ ഉള്ളിൽ ഹൃദയം മാറിയുള്ള ഒരു പുതിയൊരു ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കുമെന്ന പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് അങ്ങനെ ഒരു ഹൃദയം മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പണ്ട് ഉള്ള ചിന്തകൾ തന്നെയാണോ ഇപ്പം? പാപിയായിരുന്ന സമയത്ത് ഉള്ള പ്ലാൻ തന്നെയാണോ ഇപ്പം? അതോ വേറൊരു സൃഷ്ടിയായോ? എൻറ്റയർലി ഡിഫറൻ്റ് ആയോ? ഇത് അവരവർ ചിന്തിക്കണേ. ഓക്കെ, ആ 2 വാക്യം പെട്ടെന്ന് വായിച്ചു. അത് കൽപ്പനയെ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പേൻ. ഇനിയും നിർത്തണം. അതിന്റെ വിശദീകരണം 14-ാം വാക്യമാണ്. വായിച്ചു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി. എന്റെ മനസ്സിൽ അങ്ങൊരു പ്രേരണ വരുന്നോണ്ട് പറയാ, എന്താ അങ്ങ് ചുരുക്കമായി പോയേ? എന്താ? അതിൻ്റെ ഒരു കാരണം പറയാം. പല കാരണമുണ്ടേ. ഒരു കാരണം 15-ാം വാക്യത്തിലുണ്ട്. വായിച്ചു. അവന്മാരെല്ലാം ഈ മറ്റേ വഴിയിലുണ്ട്. അവരുടെ ദൂതാണ് നമുക്ക് വേണ്ടിയത്. നിനക്ക് പാപമുണ്ട്, നീ വചനപ്രകാരമല്ല, നീ നരകത്തിലേ പോകുന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? പറയുന്ന മുഴുവൻ എന്താ? ഭൗതികത്തിൽ നമ്മളെ കൊണ്ട് തളച്ചു കളഞ്ഞു. ഈ കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്ന കള്ളപ്രവാചകന്മാരെ. എന്നിട്ട് ബാക്കി നല്ലപോലെ കാശുണ്ടാക്കിക്കൊണ്ട് അവർ പോവും. നിന്റെ കാശ് പോവുകയും വേണം. വിളിച്ച് ലോക്കൽ ഉപദേശി അറിഞ്ഞു വരുന്നതുണ്ട്, അറിയാതെ വീട്ടിൽ കൊണ്ടുവരുന്നതുണ്ട്. ഡീല. അപ്പൊ ഒന്നുകൂടൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, എങ്ങനെങ്കിലും ഊരിപ്പോണ്ടേ. എന്നോട് നേരിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഷ ദൂതില്ല പക്ഷെ വിഴത്തില്ല, ഒടുവിൽ ഞാനൊരു അടിയാൻ കഴിച്ചെന്ന് പറഞ്ഞു. വീട്ടിൽ പോണ്ടേ? ഉള്ള നാട്ടുകാരെ എല്ലാം കൂടെ വിളിച്ചു, ഒന്നുകൂടെ നോക്കി, ഒന്നുകൂടെ. ഈ സഹോദരിമാരെ എന്തോ പറയാനാ. അപ്പൊ ഇതിൻ്റെ അർത്ഥം പ്രവാചകരില്ലെന്നല്ല കേട്ടോ. ശരിയായ പ്രവാചകർ ഉള്ളത് കൊണ്ടാണ് കള്ളനുമുള്ളത്. കള്ളൻ നിന്നെ പെരുവഴിയിൽ കൊണ്ടാക്കും. ഇടുക്കുവാതിൽ കയറണം. ഓക്കെ, അത് മനസ്സിലായി. അയ്യോ, നിർത്താമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുക. അവരോർക്കുക, അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ് തോന്നുന്നത്. ഞാൻ നിർത്താൻ പോവാ. 13-ാം വാക്യം എടുത്തേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. അടുത്തത് നാശത്തിലേക്ക്. കേട്ടോ, അനേകർ. മറ്റേത് ചുരുക്കം. ഇനി കണ്ണടച്ച് തല വണക്കണ്ട, കണ്ണൊന്ന് തുറന്ന് എന്നെ നോക്കി. സത്യമായിട്ടും സ്വർഗത്തിൽ പോകുമെന്ന് ഈ സ്ക്രൂട്ടിനിയുടെ മുൻപിൽ എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ നമ്മളെ ആന്തരികമായി നോക്കുക. ഈ സ്ക്രൂട്ടിനിയുടെ മുൻപിൽ പ്രാഗൽഭ്യമുണ്ടോ? ഞാൻ നിത്യതയിൽ സ്വർഗത്തിൽ ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളു മാറി ഞാനത് അനുസരിക്കുന്നു. എൻ്റെ കുടുംബവും അതിനകത്ത് നിൽക്കുന്നെന്ന് ഉറപ്പുണ്ടോ? ഒന്നും കൈ പൊക്കണ്ട, ഒന്നും ചെയ്യണ്ട, ചിന്തിച്ചു വേണം പോകാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.
ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടും വിശേഷാൽ കർത്തൃനാമത്തിൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു.